ഈ പ്രധാനപ്പെട്ട 3 മുന്നണികളും ഉദ്വേഗത്തിൻ്റെ മുൾമുനയിലാണിപ്പോൾ നിൽക്കുന്നത്. കൂട്ടലും കിഴിക്കലും ഒക്കെയായിട്ട് മുമ്പോട്ട് പോകും. UDF ക്യാമ്പിൽ വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ഒരു ആഹ്ലാദ തിമിർപ്പും കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. എന്നാൽ LDF ക്യാമ്പിൽ പൊതുവെ ഒരു മ്ലാനതയും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ വീരവാദത്തിന് കുറവൊന്നുമില്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. BJP പതിവ് പോലെ ഇക്കുറി കൂടുതൽ സീറ്റുകൾ പറയുന്നുണ്ട്, നേടും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ മുൾമുന കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ നിൽക്കണം. എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ വേനൽ ചൂടാണ്. അതെ, ഈ ചൂട് കാരണം പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. അപ്പം രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും അകത്തിരുന്നാൽ ഇപ്പോൾ ചൂടാണ്. നല്ല AC-യിൽ 20 ഡിഗ്രി സെൽഷ്യസ് ഇട്ട് AC വെച്ചിട്ട് ഇരുന്നാൽ പോലും പലരുടെയും ഉള്ളു കായുകയാണ്. ഇത് ഒരു ദിവസം കാഞ്ഞാൽ പോരാ. നമ്മൾ 9-ാം തീയതി വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 4-ാം തീയതിക്ക് അടുത്ത മാസം 4-ാം തീയതി റിസൾട്ട് വരും എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു മാസം, ഒരു 3-4 ദിവസത്തിന്റെ വ്യത്യാസം തോറും ഈ മുൾമുനയിൽ അത് കൂടിക്കൂടി വരികയാണ്. ഇത് സമ്മർദ്ദം കൂടുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാവരും ഒരു ഡോക്ടറെ അടുത്ത് ട്രീറ്റ്മെന്റിന് പോകേണ്ടതാണ്. പിന്നെ പണ്ടൊരു ചൊല്ലുണ്ട്, രാഷ്ട്രീയക്കാർക്ക് ആരും ആത്മഹത്യ ചെയ്തില്ല എന്ന് പറയാറുണ്ട്. അവരുടെ ഒരു പ്രശ്നം പിന്നെ അവർ പ്രതിസന്ധികളെ അല്ലെങ്കിൽ വരുന്ന ഭവിഷ്യത്തുകളെ അവർ വകവയ്ക്കാറില്ല. കാരണം അവർക്ക് ഹൃദയമില്ല എന്നുള്ളതാണ് പൊതുവെ പറയാറ്. പക്ഷെ സീറ്റ് കിട്ടാതെ ചില ലോലഹൃദയന്മാരൊക്കെ അതിലേക്ക് പോകാറുണ്ട്. അവര് ആത്മഹത്യാ ശ്രമമാണ്, അത് ആത്മഹത്യയിലേക്ക് പോകില്ല. ആത്മഹത്യാ ശ്രമം അതൊക്കെ നടക്കും. ഈ ഫ്രോഡ് പരിപാടികൾ നടക്കുമെങ്കിലും ആത്മഹത്യ അവര് പൊതുവെ ചെയ്യാറില്ല. പിന്നെ ചെയ്യുന്നെങ്കിൽ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചിലര് താഴെ പോകുമെന്നറിയുമ്പോൾ ചിലപ്പം പലതും ചെയ്തെങ്കിലേ ഉള്ളൂ. ഹിറ്റ്ലറിനെ പോലെയൊക്കെ ആരെങ്കിലുമൊക്കെ വലിയ പദവിയിൽ ഇരുന്നിട്ട് പിന്നെ നിവൃത്തിയില്ലാതെ പിച്ചക്കാരനാകുന്ന അവസ്ഥ വരുന്നത് സഹിക്കാൻ പറ്റാതെ. അല്ലാതെ സ്വതവേ രാഷ്ട്രീയക്കാരങ്ങനെ ആത്മഹത്യ ചെയ്യാറില്ല. അതിന് കാരണം അവർക്ക് മനസാക്ഷിയില്ല, മനസ്സുമില്ല, ഒന്നുമില്ല എന്നുള്ളതാണ് പൊതുവെ മനഃശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിരീക്ഷണമായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്നു. എന്തായാലും നമ്മുടെ ആൾക്കാർ വളരെ വെട്ടിലാണ്. ഒന്നത്തെ കാര്യം, സാധാരണഗതിയിൽ നമുക്ക് പണ്ടൊക്കെ ഒരു ധാരണ ഉണ്ടാവും, ഇത്തവണ കഴിഞ്ഞ തവണ മറ്റേ മുന്നണിയായിരുന്നു, ഇത്തവണ ഈ മുന്നണിയായിരിക്കും, അല്ലെങ്കിൽ പിന്തുടർച്ച ഉറപ്പായിരിക്കും, 2ാം ഊഴം ഉറപ്പാണ് എന്നൊക്കെ കഴിഞ്ഞ തവണ തെറ്റിച്ചതുകൊണ്ടാണ് ഇത്തവണ ഒരു ആവേശം. ഇത്തവണ അതെല്ലാം തെറ്റിപ്പോയി. ഏത് മുന്നണി വരുമെന്ന് പിടിയില്ല. 3ാം മുന്നണി എന്ന് പറഞ്ഞൊരു BJP വന്നിട്ട് പിടിക്കുന്ന വോട്ടുകളുടെ എണ്ണം ഒരു പ്രശ്നമാണ്. BJP ഇപ്പോൾ ഒരു 50 മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ പോരാട്ടം നടത്തുകയാണ്. ആ പോരാട്ടം നടത്തുന്നത് കൊണ്ട് തന്നെ LDFന് അവരുടെ കണക്കുകളെല്ലാം തെറ്റിപ്പോവുകയുമാണ്. എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലും ഉണ്ട്. അതാണ് ഏറ്റവും അവരെ കുഴക്കുന്നത്. ഇപ്പം എല്ലാവരും പറയും 2ാം ഊഴം 3ാം ഊഴം ഒക്കെ വരുമെന്ന് പറയുമ്പോഴും മിനിമം ഞങ്ങൾക്ക് 90 സീറ്റ് കിട്ടുമെന്ന് പറയുമെങ്കിലും അടക്കം പറയുന്നത് ഞങ്ങൾക്കൊരു 10, 70, 72, 74 അങ്ങേയറ്റം അവരെ സീറ്റെങ്കിലും കിട്ടാതിരിക്കില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തുള്ളവർ പറയുന്നത്. പക്ഷേ അതിനും സാധ്യത ഇല്ല എന്നുള്ളതാണ് ഈ 3ാം മുന്നണി വന്നിട്ട് അവരുടെ സാധ്യതകൾ തകർക്കുന്നത്. അപ്പോൾ ഇത് പണ്ടത്തെ കണക്കൂട്ടലനുസരിച്ചാണെങ്കിൽ 62 മണ്ഡലങ്ങളിൽ വളരെ പോളിംഗ് ശതമാനം കുറഞ്ഞതുണ്ട്. അവിടെ വോട്ട് ചെയ്തത് തന്നെ കുറവുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ്. ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഇടതുമുന്നണിയിലെ പ്രശ്നം. ഇതെങ്ങനെ വന്നു ഭവിക്കുമെന്നുള്ളത് അറിയില്ല. അതായത് BJP പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തന്നെ 30,000, 40,000 വോട്ടുകളൊക്കെ നേടിയിട്ടുണ്ട്. അതെല്ലാം ഇത്തവണ 5,000, 10,000 വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം മികച്ച സ്ഥാനാർത്ഥികൾ പലയിടത്തും വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നെയ്യാറ്റിൻകര കഴിഞ്ഞ തവണ 27,000 വോട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 40,000 അടുപ്പിച്ച് വരും. അവിടെ 1,67,000 വോട്ടേ ഉള്ളൂ. 56,000 വോട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാം. അപ്പോൾ 40,000 വോട്ട് ഒരു മുന്നണി പിടിച്ചാൽ ഈ 40,000 വോട്ട് ആരുടേതായിരിക്കും? അവിടെയാണ് പ്രശ്നം. ഇത് എല്ലാ മണ്ഡലത്തിലും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോളമാകട്ടെ, കാട്ടാക്കടയാകട്ടെ, BJP അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. കാരണം 34 മണ്ഡലങ്ങളിൽ, അതായത് LDF പ്രതീക്ഷ വയ്ക്കുന്ന 34 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം നടത്തുന്നത് BJP അതിനകത്തൊരു ഘടകമാണ്. BJPയുടെ ഞാൻ ഈ പറഞ്ഞ പോലെ 30,000-നും 40,000-നും ഇടയ്ക്ക് വോട്ട് പിടിക്കുന്ന സ്ഥലങ്ങൾ, 40,000-നും 50,000-നും ഇടയ്ക്ക് വോട്ട് പിടിക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ ഉണ്ട്.
അത് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നേമം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അത്തരത്തിൽ ആർക്കും പ്രതീക്ഷ വെക്കേണ്ടാത്ത വിധത്തിലുള്ള മണ്ഡലങ്ങളുമുണ്ട്. BJP ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങൾ വരെയുണ്ട്. അതിനോടൊപ്പം BJP 2ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലങ്ങളും രണ്ട് മുന്നണികൾക്കും തലവേദനയാണ്. ഒരു 78 സീറ്റുകളിൽ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട്. അതെല്ലാം ഉത്തര പിന്നെ ജില്ലകളിലാണ്. അതുപോലെ തന്നെ സെൻട്രലിലും കുറച്ച് സ്ഥലങ്ങൾ ഇത് വരുന്നതാണ് ഈ 78 സ്ഥലങ്ങൾ. 78 സ്ഥലങ്ങളിൽ മെജോറിറ്റി എന്നല്ല, അതിനകത്ത് ഏതാണ്ട് 90% UDF-നായിരിക്കും. അപ്പോൾ LDF-ന് അവിടെ വളരെ മിനിമം സീറ്റേ കിട്ടുള്ളൂ. പിന്നെ LDF-ന് പ്രതീക്ഷ വയ്ക്കുന്നത് ബാക്കി വരുന്ന ഒരു 62 സീറ്റുകളാണ്. 62 സീറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ മധ്യ കേരളവും മുതൽ ഇങ്ങോട്ട് തെക്കൻ കേരളവുമാണ്. അവിടെയൊക്കെ ഈ BJP-യുടെ നിർണായക വോട്ടുകൾ വളരെ പ്രധാനമായിരിക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഒരു 34 സീറ്റിൽ നടക്കുന്ന ടൈറ്റ് ഫൈറ്റ് അതായത് LDF-ന് കിട്ടുമെന്ന് പറയുന്ന 62ഓളം മണ്ഡലങ്ങളിൽ 34 സ്ഥലങ്ങളിൽ നടക്കുന്ന ടൈറ്റ് ഫൈറ്റ്, ത്രികോണ മത്സരം അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അത് ഈവൻ നെയ്യാറ്റിൻകര മുതൽ തുടങ്ങണം. തെക്ക് നിന്ന് നെയ്യാറ്റിൻകര, കോവളം, കാട്ടാക്കട, പാറശാല, അരുവിക്കര, നേമം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, ഇങ്ങനെ തുടങ്ങിയാൽ ചാത്തന്നൂർ, കൊല്ലം വരെ. ഈ ചാത്തന്നൂരൊക്കെ ഇത്തവണ വിജയസാധ്യതയുള്ള മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ തവണ 37,000 വോട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്തവണ 1,77,000 വോട്ടേ ഉള്ളൂ അവിടെ. അതിൽ പോൾ ചെയ്തതിൽ 3,000 വോട്ട് കുറവുമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു 55-ന് മുകളിൽ പിടിക്കുന്നവർക്ക് അവിടെ വിജയിച്ച് വരാൻ സാധിക്കും. ഈ കണക്കുകൂട്ടലിലാണ് പല സ്ഥലങ്ങളിലും. അതുപോലെ കട്ട ത്രികോണം നടക്കുന്ന കൊല്ലത്തും പിന്നെ BJP-ക്ക് നല്ല വോട്ട് ലഭിക്കുന്ന സന്ദർഭമാണുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി, അടൂര്, കോന്നി, ആറന്മുള, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, ഹരിപ്പാട്, കുട്ടനാട്, ആലപ്പുഴ, കുട്ടനാട് കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴയും ചേർത്തലല്ല ഞാൻ പറയുന്നത്. പിന്നെ പറയുന്നത് അരൂർ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ, വൈക്കം, പാല, പിന്നെ ദേവികുളം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, പുതുക്കാട്, ഇരിങ്ങാലക്കുട. ഇപ്പൊ പുതുക്കാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും പുതുക്കാട് എന്താ? പുതുക്കാട് 40,000 വോട്ട് BJP-ക്കുണ്ട്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്നതാണ്. പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്നത്. കഴിഞ്ഞ തവണ 40,000 വോട്ട് തദ്ദേശ ഭരണം, അതായത് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമെന്നൊക്കെ ആദ്യ സമയത്ത് പറഞ്ഞു. പുതുക്കാട് നല്ല സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പൊ പുതുക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ പോലും ത്രികോണ മത്സരമാണ്. തൃശ്ശൂര്, ഒല്ലൂര്, ഇവിടെയൊക്കെ 2020 മത്സരിക്കുന്ന കുന്നത്തുനാട് പോലുള്ള സ്ഥലങ്ങൾ. അത് വേറൊരു ലിസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ 62 CPM ജയിക്കുന്ന സ്ഥലത്തെ 34 സ്ഥലങ്ങളാണ് പറഞ്ഞത്. ഇനി കോൺഗ്രസിന് പ്രതീക്ഷയുള്ള 78 സ്ഥലങ്ങളിൽ അവിടെ ഒരു 10-16 സ്ഥലങ്ങളിൽ നല്ല ത്രികോണ മത്സരമാണ്. കാസർഗോഡ്, മഞ്ചേശ്വരം, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ഒറ്റപ്പാലം, മലമ്പുഴ, പാലക്കാട്, ഗുരുവായൂർ, മണലൂർ, വടക്കാഞ്ചേരി, തൃപ്പൂണിത്തറ, തൃക്കാക്കര, കുന്നത്തുനാട്, പൂഞ്ഞാർ, ഈ സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ UDF-ന് മെജോറിറ്റി കിട്ടും. പാലയും ശക്തമായ ത്രികോണ മത്സരം. പാല ഞാൻ മറ്റേതിൽ പറഞ്ഞു. കാരണം അത് LDF, അതായത് 62 ആദ്യം പറഞ്ഞ 62-ൽ LDF-ന് മേൽക്കോയ്മ കിട്ടുമെന്ന് അവർ പറയുന്ന സ്ഥലങ്ങളാണ്. അതിൽ പാലായുണ്ട്. പാല ജോസ് കെ മാണി ഇത്തവണ ജയിക്കുമെന്നാണ് പറയുന്നത്. കാരണം അവിടെ കിട്ടുന്ന വോട്ടുകളിൽ കൂടുതൽ പിന്നെ ഷെയർ ചെയ്ത് പോകും. പിന്നെ ഇപ്പം ഷോൺ ജോർജും കൂടെ വന്നതുകൊണ്ട് കട്ട ത്രികോണ മത്സരം വരികയും ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ രണ്ടായി ഷെയർ ചെയ്ത് പോവുകയും UDF-ലേക്കും BJP-യിലേക്കും പോവുകയും ചെയ്യുമ്പം ജോസ് കെ മാണി ജയിക്കുമെന്നുള്ള തിയറിയിലാണ് പാല ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നത്. അതുപോലുള്ള മണ്ഡലങ്ങളെ ഞാൻ 62 എണ്ണം വേറെ എടുത്തിട്ടാണ് ആ 34 BJP-യുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന സ്ഥലം പറഞ്ഞത്. അത് കഴിഞ്ഞ് ബാക്കി വരുന്നത് ഈ 78 സ്ഥലങ്ങളിൽ വൻപൻ ലീഡ് UDF നേടുമെന്ന് പറയുന്നതാണ്. അതിൽ തന്നെ 16 മണ്ഡലങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാസർഗോഡ് മുതൽ കുന്നത്തുനാട്, പൂഞ്ഞാർ വരെയുള്ള സ്ഥലങ്ങൾ. ഇത് കാണിക്കുന്നത് ആർക്കും വ്യക്തമായ ഒരു ധാരണയില്ല. ആൾക്ക് ധാരണയുണ്ട് UDF-നാണ്. അവർ എന്തായാലും ബഹുഭൂരിപക്ഷം സീറ്റുകളും പിടിക്കും, ഭരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കാം. 80 സീറ്റെങ്കിലും ഞങ്ങൾക്ക് എന്നുള്ളത് അവർക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രി, അവരുടെ വിഷമം സീറ്റുകളുടെ എണ്ണമല്ല. ഇപ്പോൾ അവർ വിഷമിക്കുന്നത് മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിനെ ചൊല്ലിയാണ്. ഈ മുഖ്യമന്ത്രി ആരായാലേ ഞാൻ മന്ത്രിയാകും എന്നുള്ളതും പലർക്കും പ്രശ്നമാണ്. എനിക്ക് അനുകൂലമുള്ള ആൾ മുഖ്യമന്ത്രി ആയാലേ ഉള്ളൂ ഞാൻ ആ ക്യാബിനറ്റിൽ വന്ന് കയറുക. അപ്പോൾ അതും പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ ഈ വേനൽ ചൂടിൽ UDF-ൽ ചൂടുണ്ടാക്കുന്നു. LDF-ലെ ചൂട് മറിച്ചാണ്. മൂന്നാം ഊഴമെന്ന് വരെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത്
നിയമസഭയുടെ മൂലക്കിരിക്കേണ്ട അവസ്ഥയെ ഒരു 50 സീറ്റിന് താഴേക്ക് വന്നാലത്തെ അവസ്ഥ. ഇപ്പോൾ 62 മണ്ഡലങ്ങൾ അവർ പ്രതീക്ഷ വയ്ക്കുന്നിടത്ത് ഞാൻ പറഞ്ഞു 34 സ്ഥലത്ത് കോൺഗ്രസ് BJPയുടെ വോട്ടുകൾ നിർണായകമാണ്. 30,000-നും 40,000-നും 50,000 വരെയൊക്കെ പോകുന്ന വോട്ടുകളുള്ള സ്ഥലങ്ങളുണ്ട് ഈ 34 ഞാൻ പറഞ്ഞത്. ആ 34 സ്ഥലങ്ങളിൽ എങ്ങനെയായിരിക്കും അവരുടെ നീക്കം, അവരുടെ വോട്ടിൻ്റെ എണ്ണം, അവരുടെ എത്ര സീറ്റ് അവർ ഒന്നാമതെത്തും, രണ്ടാമതെത്തും, ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ മൂന്നാമത് പോകുന്നത് LDF ആണെങ്കിൽ അവർക്ക് വലിയ ശോഷണം വരും, മൂന്നാമത് പോകുന്നത് കോൺഗ്രസ് ആണെങ്കിൽ അവിടെ അവർക്കും വലിയ ശോഷണം വരും. ഈ കണക്കുകൂട്ടൽ എല്ലാം പുകഞ്ഞിരിക്കുകയാണ്. ഇത് മെയ് 4-ാം തീയതി വരെ ഇങ്ങനെ കണക്കുകൂട്ടാണ്. ഇപ്പം ജനം പക്ഷേ മടുത്തെന്ന് തോന്നുന്നു. ജനങ്ങളിപ്പോൾ ഈ കണക്ക് പറയരുത് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ആൾക്കാർ മടുത്തു കഴിഞ്ഞു. കാരണം ഇത് പല കണക്കുകൾ കേട്ട് അവർക്ക് ഇനിയിപ്പം ഇത് കറക്റ്റ് വന്നിട്ട് അറിഞ്ഞാൽ മതി എന്നുള്ള നിലവാരത്തിലേക്കും എത്തിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെയല്ല, സ്ഥാനാർത്ഥികൾക്ക് അങ്ങനെയല്ല. 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ഒരു 350 പേരെങ്കിലും വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. ഒരുപാട് 5 കോടി 6 കോടിയൊക്കെ അല്ലേ മുടക്കുന്നത്. എന്നിട്ടിത് MLA ആയാൽ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നത്. എന്നാൽ തന്നെ എങ്ങനെയാണ് 5 കോടി മുടക്കിയ ആളിന് 1 കോടി ഒരു വർഷം ഉണ്ടാക്കണം. ഭരണത്തിലിരുന്നാലേ ഇതൊക്കെ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പ്രതിപക്ഷത്തിരുന്നാൽ പിന്നെ എവിടെ നിന്ന് ഉണ്ടാക്കും? ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പം അവരെല്ലാവരും ചൂടിനേക്കാൾ 40 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള ചൂടിനേക്കാൾ അവർ നീറുന്നത് അവരുടെ ഹൃദയത്തിലെ 80 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന ഇലക്ഷൻ ചൂടാണ്, റിസൾട്ടിൻ്റെ ചൂടാണ്. ആ ചൂടിൽ അവർ പുകയുന്നുണ്ട്. ജനം പക്ഷേ ഇപ്പോൾ തണുത്ത മട്ടാണ്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം, മെയ് 4-ാം തീയതി നമുക്ക് ഈ തമാശ കണ്ടിരിക്കാം എന്നുള്ള രീതിയിലേക്ക് അവരും നിൽപ്പുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.